വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യമല്ലേ, വീട്ടിലൊന്നും കഴിക്കാനില്ലേ, ഒന്നും കഴിക്കണില്ലേ, കുടിക്കണില്ലേ എന്നൊക്കെ, മെലിഞ്ഞൊരു കോലായല്ലോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരു ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണ്, അപ്പോൾ നിങ്ങൾക്കുള്ള കയ്യിൽ ഉള്ള ഏത്തപ്പഴത്തിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഏത്തപ്പഴം നമ്മൾ നന്നായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിടും, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഏത്തപ്പഴവും നന്നായിട്ട് അരഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാലാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാച്ചിയ പാലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അതൊന്ന് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോൾ കുറച്ച് മധുരം ഇഷ്ടമാവുന്നതുകൊണ്ട് പഞ്ചസാര ഇടാമല്ലോ. അപ്പോൾ ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. എന്നാലും അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റോ ഹോർലിക്സോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് ഡേറ്റ്സും കുറച്ച് കാഷ്യൂ നട്ട്സും ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വണ്ണം വയ്ക്കും. കാരണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ വണ്ണം വയ്ക്കാൻ സൂപ്പർ സാധനമാണല്ലോ. അപ്പോൾ പെൺകുട്ടികൾ, കല്യാണമൊക്കെ ആയ പെൺകുട്ടികൾക്കൊക്കെ കുടിക്കാനും സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലാതെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് 2 കാഷ്യൂ നട്ട്സും കൂടെ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. ഇത് കുടിച്ച് നോക്കിയാൽ നിങ്ങൾ ഷുവറായിട്ടും വണ്ണം വയ്ക്കും. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.